എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ വിചാരവീഥികളിലൂടെ ഈ നാളുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. വ്യത്യസ്തമായ നിർവചനങ്ങളും ഭാഷ്യങ്ങളും ഇതിനോടകം നാം കേട്ടുകഴിഞ്ഞു. മറ്റൊരു ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിഖ്യാതമായ ധാരാളം ഉപമകളിലൂടെ തൻ്റെ കേൾവിക്കാരോട് സംഭാഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ കർത്താവിൻ്റെ നിലപാടുകളെ നിശിതമായി വിമർശിക്കുന്ന പരീശ ശാസ്ത്രി സമൂഹത്തിനെതിരെ മറ്റ് 3 ഉപമകളിലൂടെ കർത്താവ് സംഭാഷിക്കുന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസ് 15-ാം അധ്യായത്തെ നഷ്ടങ്ങളുടെ അധ്യായം അല്ലെങ്കിൽ പുസ്തകം എന്നൊക്കെ വിളിച്ച ആളുകളുണ്ട്. എന്നാൽ വീണ്ടെടുപ്പിൻ്റെ ഉപമകൾ കർത്താവ് ഈ അധ്യായത്തിൽ 3 ഉപമകളിലൂടെ പങ്കുവയ്ക്കുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും സ്നേഹിതൻ എന്ന ഒരു മേലെഴുത്തും വിമർശനവും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിനെതിരെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഉപമകളിൽ ഒന്ന്, ഒരു ആട് നഷ്ടപ്പെട്ട ഇടയൻ്റെ വിചാരങ്ങളും ആ മനുഷ്യൻ്റെ തേങ്ങലുകളും അതിനോടുള്ള സമീപനവും എത്രമാത്രം പോസിറ്റീവായിരുന്നു എന്നതാണ്. അതിനെ ഒരു മറ്റ് വായനയിലൂടെ വേണമെങ്കിൽ 99 എണ്ണത്തിനെ റോഡിൽ ഉപേക്ഷിച്ചു പോയ ഹൃദയശൂന്യനായ മനുഷ്യനെന്ന് വേണമെങ്കിലും ഇടയനെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്നു, 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. വീണ്ടെടുപ്പിൻ്റെ ഉപമകളിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ ധൂർത്ത പുത്രനെയും ഈ മകൻ്റെ ജ്യേഷ്ഠ സഹോദരനെയും അവരുടെ പിതാവിനെയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ചുങ്കക്കാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ പ്രതിനിധിയായി മൂത്ത മകൻ അവിടെ കാണപ്പെടുന്നില്ല. പരീശൻ്റെയും ശാസ്ത്രിയുടെയും മനോഭാവമാണ് അപ്പനോടുകൂടെ വസിക്കുന്ന മൂത്ത മകനിൽ നിന്ന് പ്രകടമാകുന്നത്. വഴിതിരിഞ്ഞുപോയ ഇളയ മകൻ കർത്താവ് തേടി ചെല്ലുന്ന സാമൂഹ്യ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ള ആളുകളുടെ പ്രതിനിധിയാണ്. ഈ ഉപമയിലൂടെ 3 ചിന്തകൾ നമുക്ക് അതിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ സാധിക്കും. ഒന്ന്, സ്വയ നീതീകരണമാണ്, സെൽഫ് റൈച്ചസ്നസ്. അവൻ തന്നെ നീതീകരിച്ച് അപ്പൻ്റെ ഭവനത്തിൽ കാലാകാലങ്ങളായി നിലനിന്നു എന്ന് പറഞ്ഞ് ചില വാശിയും പിടിവാശിയും അവകാശങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. 2, പാപത്തെക്കുറിച്ചുള്ള തെറ്റായ മനസ്സിലാക്കലാണ്, റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിൻ. എന്താണ് പാപം എന്നതിനെക്കുറിച്ച് പരമ്പരാഗതമായി പരീശന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആ വ്യാഖ്യാനത്തെ കർത്താവ് ഒന്ന് പൊളിച്ചെഴുതി നൽകുകയും ചെയ്യുന്നു. 3, അനുകമ്പയില്ലായ്മയും അസൂയയുമാണ്, അൺകമ്പാഷനേറ്റ് ആൻഡ് ജലസ്. മൂത്ത മകൻ ഇതിൻ്റെ പ്രതിനിധിയായിരുന്നു. മാനസാന്തരപ്പെടുന്നവനെ കുറിച്ചുള്ള ഒരു മനസ്സലിവില്ലാത്ത മകൻ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിചാരങ്ങളില്ലാത്ത മകൻ. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി നഷ്ടപ്പെട്ടത് എന്ന് തോന്നിച്ച ചില കാര്യങ്ങൾ മടങ്ങി ലഭിക്കുമ്പോൾ അത് യഥാസ്ഥാനത്താകുമ്പോൾ സന്തോഷിക്കുന്ന 3 ആളുകളുണ്ട്. ഒന്ന് ഇടയനും, മറ്റൊന്നൊരു കന്യകയും, മൂന്നാമത് ഈ മകൻ്റെ അപ്പനുമാണ്.
അപ്പോൾ സ്വർഗീയ പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഈ പിതാവുമായി താരതമ്യപ്പെടുത്തുന്നു. അനുതാപഹൃദയത്തോടെ മടങ്ങിച്ചെല്ലുമ്പോൾ ഏതവസ്ഥയിലും ഏതു നേരത്തും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന വിശാലഹൃദയനായ ഒരു പിതാവ്, ആ പിതാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ നമ്മെ തന്നെ കണ്ടെത്തേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ്. ഈ മകൻ പറഞ്ഞു, ഞാൻ ആകെ വഷളായി വഴിതെറ്റിപ്പോയി. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു, നിന്നോട് ഞാൻ പാപം ചെയ്തു. അതുകൊണ്ട് നമ്മെ തന്നെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ധ്യാന നിമിഷങ്ങളാണ് നോമ്പിൻ്റെ നാളുകൾ. ധൈര്യമായി മടങ്ങിച്ചെല്ലാം. അവിടെ നമ്മെ കാത്തിരിക്കുന്ന, അനുകമ്പയോടെ മനസ്സലിവോടെ കനിവോടെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മൾ തിരിഞ്ഞ് ഒരു യൂ ടേൺ എടുത്ത് യഥാസ്ഥാനപ്പെടുവാനുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടെ, ആവശ്യബോധത്തോടെ ഈ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. നോമ്പിൻ്റെ നാളുകൾ നമ്മെ അതിനെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നിമിഷങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകളെ കണ്ട് ക്രമപ്പെടുത്തുവാൻ, വീഴ്ചകളെ കണ്ട് മടങ്ങി വരുവാൻ സഹായിക്കുന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കായും സ്തോത്രം. ഞങ്ങൾ അനുദപിച്ച് മടങ്ങി വരുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ കാത്തിരിക്കുന്ന പിതാവായി അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ.